മുന്നേ ഡാനി സത്യ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു. ആ വീഡിയോക്കകത്ത് അതിന്റെ തംബ്നെയിൽ ഇങ്ങനെ ആയിരുന്നു, അതായത് ജാൻമണി ജാസ്മിനെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു പറഞ്ഞിട്ട് ജിൻഡോയെ ജാസ്മിൻ അടിച്ചതിന്റെ സീൻ തന്നെയാണ്. ആ ഒരു വിഷയത്തിലാണ് ജാൻമണി ഇത് പ്രതികരിക്കുന്നത്. ജാൻമണി ഭയങ്കരമായിട്ട് പട്ടി, എനിക്ക് അവളെ ഇഷ്ടമല്ല, അവൾ എന്താണെന്നാണ് വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ജാൻമണി നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. അത് ഇപ്പാണ് ഞാൻ കണ്ട്. ഇവള് എന്റെ കടക്കിട്ട് വിറ്റുള്ള കുട്ടി എനിക്ക് അടിച്ച് അവരുടെ മുഖം ശരിയാക്കണം എന്റെ ആഗ്രഹം. അത് ഫിസിക്കൽ റിസൾട്ട് ആണ്. ഒരാൾക്ക് അങ്ങനെ എത്ര വലിയ അടിച്ചിട്ട് അത് ഫിസിക്കൽ റിസൾട്ട് ആണ്, ഉറപ്പാണ്. അത് ഇങ്ങനെ ഇത് റിയാക്ഷൻ ബിഗ് ബോസ് എടുക്കില്ലെങ്കിൽ അത് ഒരു മോശമായി പോകും. അത് നമുക്ക് ഒരു എന്തെങ്കിലും ചെയ്യാൻ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് അയച്ചു കൊടുക്കാം, നിങ്ങളെ പോസ്റ്റ് ആക്കും. അതിനകത്ത് ജാൻമണി പറഞ്ഞത് എന്തായി കഴിഞ്ഞാലും ജാസ്മിനെതിരെ ഇത് പ്രശ്നം ഉണ്ടാക്കണം, ബിഗ് ബോസ് എന്തായാലും ആക്ഷൻ എടുക്കണം, ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ അയച്ചു കൊടുക്കും എന്നാണ് ജാൻമണി അതിനകത്ത് പറയുന്നത്. ജാൻമണി എന്തായാലും ജിൻഡോ തൊട്ട് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കത്തില്ല. നമുക്കറിയാമല്ല, ജിൻഡോയും ജാൻമണിയും അവർ തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു. ജിൻഡോ ഒരു ചേട്ടനെ പോലെ തന്നെയാണ് ജാൻമണിക്ക്. അപ്പൊ നമ്മൾ പോകാൻ നേരത്ത് കണ്ടതാ ഈ ജിൻഡോ എന്തുമാത്രം ഇരുന്ന് കരഞ്ഞാണ്. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജാൻമണി വെറുതെ വിടത്തില്ല, പട്ടി അവളെ ഞാൻ വെറുതെ വിടല്ല എന്നൊക്കെ പറയുന്നുണ്ട്. നാളെ മോർണിംഗ് ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇരുത്തിക്കൊള്ളാം കേട്ടോ. അതപ്പോ നിങ്ങളെ പോസ്റ്റ് ആക്ക്. കാരണം ജിറ്റി സിറ്റർക്ക് ഒരു പെന്ന അങ്ങനെ ഒരു ആനക്ക് ഇങ്ങനെ അടിക്കണേ അത് ശരിയില്ല. ഡോ പറഞ്ഞത് അവ പട്ടിയാ. അവള് ഈ സ്വഭാവം കാണുമ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത, ആ വീട്ടിൽ ഇഷ്ടമില്ലാത്ത പെണ്ണാണ് അവള് പട്ടിയാ. നാളെ രാവിലെ ഞാൻ എന്താ വെച്ചാൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഞാൻ കണ്ടില്ല ഇതിനെ പറ്റിയിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും നിലവിൽ ജാൻമണി ഇട്ടിട്ടില്ല. എന്നാലും ജാൻമണിയുടെ വോയിസ് ഒക്കെ നല്ല രസമാണ് കേട്ടോ. ഭയങ്കരമായിട്ട് കുറെ ആൾക്കാരെ എടുത്ത് വെച്ച് റീൽസ് ചെയ്യുന്നത്, അത് കൊച്ചു പിള്ളേരൊക്കെ ചെയ്യുന്നതാണ് നല്ല രസമാണ്. അവള് പട്ടിയാ, എനിക്കപ്പോ ഇഷ്ടമല്ലെന്ന്. എന്റെ പേരൊക്കെ പോഡ്കാസ്റ്റ് നമ്മൾ പ്ലാനിങ് ചെയ്ത് അതാ പ്ലാനിങ്ങിന്റെ വിചാരിച്ചിട്ടാണ് എനിക്കും സിബിനൊക്കെ പോഡ്കാക്കി ആ വീട്ടിലെ റൂമില്. എനിക്ക് വീട്ടിലെ പോഡ്കാക്കി, റൂമിലെ പോഡ്കാക്കി സിബിനൊക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കി ആൾക്കാർ തകർന്നു പോയി. പൂജ ആണെങ്കിൽ ഭയങ്കര മോശം പോലെ. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. എന്തായാലും ജാൻമണി ഇതിനെതിരെ ഭയങ്കര വിഷയമായിട്ട് ഇരിക്കുകയാണ്. കാര്യം കാണുന്നവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ലല്ലോ. ഈ അടിക്കുന്ന വിഷയത്തെ പറ്റിയിട്ട് ഇന്ന് ചോദിക്കുമെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും ചോദിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. കാര്യം എല്ലാവർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം അവൾക്ക് മാത്രം സ്പെഷ്യൽ പ്രിവിലേജ് ഒന്നും ഇല്ല, എല്ലാവരും കണ്ടസ്റ്റൻസ് തന്നെയാണ്. അവളൊരു കണ്ടസ്റ്റന്റിന് ഒരു കാര്യമില്ലാതെ അടിക്കാനായിട്ട് നമുക്ക് യാതൊരു അവകാശവും ഇല്ല. തീർച്ചയായിട്ടും അവൾക്കെതിരെ ആക്ഷൻ എടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ കുറച്ചു നേരത്തിന് മുന്നേ നമ്മുടെ സിബിൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പുള്ളി പുറത്ത് വന്നത്, എന്താണ് പുള്ളിക്കാരന് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവമാണ്. അതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് പുറത്ത് പറയാനും പറ്റില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തായാലും സിബിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-14 മിനിറ്റ് ഉണ്ട്. അതിനകത്ത് ഏകദേശം ഒരു 2.5 മിനിറ്റ് അടുപ്പിച്ച് ഞാൻ അതിനകത്ത് മെയിനായിട്ട് പറയുന്ന കുറച്ച് പോയിന്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടു നോക്കാം സിബിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന്. തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ ആ മുറിയിലെത്തിയ ഒരു 5-ാമത്തെ മണിക്കൂർ തുടങ്ങി 80 മണിക്കൂർ വരെ എനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്, എന്തൊക്കെ അവിടെ നടന്നു എന്നുള്ളത് ഞാൻ പറയേണ്ടതാണെങ്കിൽ ഇപ്പൊ കോൺഫിഡൻഷ്യലാണ്, എനിക്ക് പറയാൻ പാടില്ല. അതിനുശേഷം എന്നെ ഇവരെ അറിയിക്കുന്നു എനിക്ക് ഷോയിൽ തുടരാൻ പറ്റില്ല. അതായത് ഡോക്ടർ പറഞ്ഞു. ഞാൻ വളരെ ചില്ലായിട്ടാണ് ഡോക്ടറിനോട് സംസാരിച്ചത് കേട്ടോ. വളരെ കൂളായിട്ട് ഞാൻ അദ്ദേഹത്തെ എന്റെ അടുത്ത പരിപാടികൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലായി. ഞാൻ ജിൻഡോയുടെ കൂടെ പോയി ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ ഋഷിയുടെ കൂടെ ചേർന്ന് ഞാൻ ഡാൻസ് കളിക്കും, ഡാൻസ് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ച് കൂട്ടാതെ ഇങ്ങനത്തെ പരിപാടികളിൽ ഞാൻ എൻഗേജ് ചെയ്യാം, അപ്പൊ എന്റെ മൈൻഡ് കൂളാവും ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളീനെ കൺവിൻസ് ചെയ്തു എന്നുള്ള ധൈര്യത്തോടു കൂടി ഇരുന്നപ്പോഴാണ് ഒരു 72 മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്കൊരു വിവരം കിട്ടുന്നത്, ഈ ഷോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, പുറത്തേക്ക് പോകണമെന്ന്. ഷോയുടെ അധികൃതർ തന്നെ എന്നത് അറിയിച്ചു. അപ്പൊ തന്നെ ഞാൻ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ആ മൊമെന്റിൽ എനിക്ക് തുടരാൻ പറ്റില്ല എങ്കിൽ ഞാൻ പറഞ്ഞ എന്റെ പ്ലാനുകളൊക്കെ ഇതായിരുന്നു. ഇല്ല സിബിൻ, അത് ഡോക്ടർ പറഞ്ഞു സിബിന് തുടരാൻ പറ്റില്ല എന്ന്. ഇതിൽ സിബിൻ പറയണെന്ന് പറഞ്ഞാൽ സിബിന് ക്വിറ്റ് ചെയ്യണമെന്ന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അവിടെ ആ റൂമിൽ ചെന്നതിന് ശേഷമുള്ള ഈ പറയുന്ന ഏകദേശം 70-80 മണിക്കൂർ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് സിബിൻ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. വളരെ കുറച്ച് കാര്യമാണ് അതിനകത്ത് മെയിനായിട്ട്. സിബിൻ അതിനുശേഷവും സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ട സമയത്തും സിബിൻ പറഞ്ഞൊരു കാര്യം, ഞാൻ ഇനി അകത്ത് കയറി കഴിഞ്ഞാൽ ജിൻഡോ ആയിട്ടൊക്കെ നിന്ന് വർക്കൗട്ട് ചെയ്യും, ഋഷിയായിട്ടൊക്കെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യും, അപ്പം അങ്ങനെ ഒരു ചിൽ മൂഡായിട്ട് പോകാനാണ് എനിക്കിഷ്ടം എന്നുള്ള രീതിയിലാണ്. അതുവരെ സിബിൻ എന്തായി കഴിഞ്ഞാലും ക്വിറ്റ് ചെയ്യണം എന്നൊരു വേർഡ് അവിടെ പറഞ്ഞിട്ടില്ല. ഷോയിലുള്ള ആൾക്കാരെ ആരെ അറിയിച്ചിട്ടും ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ കുറെ നേരം കഴിഞ്ഞതിന് ശേഷം ആ ഷോയുടെ ഭാഗത്ത് നിന്നാണ് സിബിനെ ഇനി ഈ ഒരു ഷോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് സിബിനെ പുറത്താക്കുന്നു എന്നും പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് നടന്ന ആ ഒരു സംഭവങ്ങളെ പറ്റിയിട്ട് പുള്ളിക്കാരൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. കാര്യം ഈ ഏകദേശം 3 വർഷത്തോളം അവിടുത്തെ അരിയാണ് തിന്നുകൊണ്ടിരുന്നത്.
ഈ പറയുന്ന ഏഷ്യാനെറ്റിന്റെ. അപ്പം ഞാൻ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ ഒരിക്കലും സംസാരിക്കത്തില്ല, ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നും സിബിൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കുറെ ചർച്ചകൾ ഉണ്ടായിരുന്നു. സിബിൻ അവിടെ പോയതിനു ശേഷം, പുറത്തായതിനു ശേഷം എനിക്ക് പുറത്തെ കാര്യങ്ങൾ അറിയണം, അറിഞ്ഞാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് സിബിൻ ഭയങ്കരമായിട്ട് വാശി പിടിക്കുകയും, കാര്യം പുറത്ത് ഭയങ്കര നെഗറ്റിവിറ്റിയാണ് ഇപ്പൊ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് സിബിൻ ആ ഷോയിലുള്ളവരുമായിട്ട് പ്രശ്നമാക്കി. അങ്ങനെ അവർ പുറത്തെ കാര്യങ്ങൾ അറിയിച്ചെന്നും അതിനുശേഷം പിന്നെ എന്തൊക്കെ ഇഷ്യൂസ് നടന്ന് പിന്നാണ് സിബിനെ പുറത്താക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് പുറത്ത് വന്നുകൊണ്ടിരുന്ന ന്യൂസും കുറെ ചാനലുകളും ഇതിനെ പറ്റിയിട്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും സിബിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സംസാരമോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഹൈലി കോൺഫിഡൻഷ്യൽ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇതിനകത്ത് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ നടക്കുന്നുണ്ട്. കാര്യം പുറത്ത് പറയാൻ പറ്റാത്ത ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് കൺഫെഷൻ റൂമിൽ നടന്ന കാര്യങ്ങൾ. അപ്പം കൺഫെഷൻ റൂമിൽ നമ്മളെ കാണിച്ചിട്ടുള്ള പകുതി സാധനങ്ങളും കട്ട് ചെയ്തിട്ടായിരിക്കും കാണിച്ചത്. മേബി സിബിൻ പറഞ്ഞ ഇത് തന്നെ ആയിരിക്കും, എനിക്ക് പുറത്തെ കാര്യങ്ങൾ എനിക്ക് എങ്ങനെ പോയെന്ന് അറിയത്തില്ല, എനിക്ക് നെഗറ്റീവ് ആയിരിക്കും എന്നൊക്കെയുള്ള രീതിയിലായിരിക്കാം മേബി സംസാരിച്ചത്. ഓക്കെ, എന്തായാലും ബാക്കിയുടെ കേട്ടു നോക്കാം. ആ തീരുമാനം കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത്. അപ്പൊ ഇതാണ് ഉണ്ടായത്. ബിഗ് ബോസ് തുടങ്ങിയ കാലം മുതലേ ഉള്ളതാണ് ആൾക്കാർ കൊളാപ്സ് ആവുക മെന്റലി. അപ്പോ ഇപ്പൊ നമ്മൾ ടാസ്ക് ചെയ്യുമ്പോൾ മുറിവ് പറ്റുമ്പോൾ എന്ത് ചെയ്യും, മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകും, ട്രീറ്റ്മെന്റ് ചെയ്യും. ഒത്തിരി പരിക്കുകൾ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ട്രീറ്റ് ചെയ്യും, തിരിച്ചു കൊണ്ടുവരും. 1-2 ഇപ്പം റസ്മിൻ 3 ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടല്ലേ തിരിച്ചു വന്നത്. റസ്മിൻ കളി പഠിച്ചിട്ടാണോ അത് കയറിയത്, TV കാണാൻ? അങ്ങനെയൊന്നും പറ്റില്ലെന്നേ. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും എനിക്ക് എനിക്കൊന്ന് പുറത്തെ കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി തലയിറങ്ങി വീണിട്ട് പോയി പുറത്തെ കാര്യം അറിഞ്ഞിട്ട് വരാൻ പറ്റില്ല. അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ന്യായീകരിക്കുന്നില്ല നടന്ന കാര്യങ്ങളൊന്നും. ഞാൻ കരഞ്ഞു, ഞാൻ വിഷമിച്ചു, സങ്കടം വന്നു, പുറത്തു പോകണമെന്ന് ഇമോഷണൽ മോഡിൽ ഞാൻ പറഞ്ഞു. അത് ഡോക്ടർ സൈക്കോളജിസ്റ്റുമായി സംസാരിച്ചതിന്റെ ഒരു കൺവിൻസിംഗ് പ്രകാരം, അദ്ദേഹം എന്നെ കൺവിൻസ് ചെയ്ത പ്രകാരം ഞാൻ പുറത്തേക്ക് പോയി എന്റെ മൈൻഡിനെ ഒന്ന് കൂളാക്കി ഞാൻ തീരുമാനിച്ച് അകത്ത് കയറണമെന്ന് തീരുമാനിക്കുന്നു. അകത്ത് കയറാൻ റെഡിയാണെന്ന് അറിയിക്കുന്നു. പക്ഷെ കുറച്ച് ദിവസങ്ങൾ, ഒരു 3 ദിവസം കഴിഞ്ഞ് എന്നോട് പറയുന്നു തുടരാൻ പറ്റില്ല, പുറത്തേക്ക് വരണമെന്ന്. ഞാൻ പുറത്തേക്ക് വരുന്നു. അതാണ് ഞാൻ നിങ്ങളോട് എയർപോർട്ടിൽ വെച്ച് പറഞ്ഞത്. ഇറങ്ങി പോകാന്നുള്ളത് എന്റെ തീരുമാനമല്ലായിരുന്നു. ഇതാണ് സത്യാവസ്ഥ. എനിക്കിതായിരുന്നു നിങ്ങളെ അറിയിക്കേണ്ടത്. സിബിന് ഇതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, റസ്മിൻ ഒരിക്കലും പുറത്തു പോയിട്ട് കളി കണ്ട് പഠിച്ചിട്ടല്ല വന്നത്. അതൊക്കെ പറയുന്ന ശരിക്കും മണ്ടത്തരമാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ശരിയാണ്, ആ ഷോയ്ക്ക് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ട്. പുറത്തുള്ള ആൾക്കാരുമായിട്ട് കോൺടാക്ട് കാണില്ല. ഇപ്പം തന്നെ ഒരു ഹോട്ടൽ റൂമിലോട്ട് മാറ്റിയാൽ തന്നെ ആരുമായിട്ടും ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. ആരുമായിട്ടും ഒരു കോൺടാക്ട് ഇല്ലാതെ നമ്മൾക്ക് ഒരു ലാൻഡ് ലൈൻ കാണും, അത് നമുക്ക് റെസ്റ്റോറൻറ്റിലോട്ട് മാത്രമേ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ ആരുമായിട്ടും ഒരു കോൺടാക്ട് ഇല്ല എന്നുള്ള കാര്യം സിബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിവേ ആ ഒരു ഷോയുടെ റൂൾസ് ആണ്, ശരിയാണ്, അതെല്ലാം നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ റസ്മിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം പുറത്ത് ഈ പറയുന്ന അർജുന്റെ കോംബോ ഭയങ്കര ഹിറ്റാണെന്നുള്ള കാര്യവും പിന്നെ ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും തമ്മിൽ നെഗറ്റീവ് ആണെന്നുള്ള കാര്യം, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം റസ്മിന്റെ ഭാഗത്തു നിന്ന് വെറുതെ വരേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ജിൻഡോ ഒരു സംഭവം പിടിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നു, ബാത്റൂമിൽ ഏരിയയിൽ വെച്ചിട്ട് ഒരു സംഭവം, അതായത് ഈ റസ്മിൻ എവിടെ എഴുതി കൊടുത്തെന്നൊക്കെ പറഞ്ഞേ. അപ്പൊ ആ ഒരു കാര്യത്തിലും റസ്മിൻ പുറത്ത് പോയിട്ട് തിരിച്ച് വന്നിട്ടുള്ള ഒരു ബിഹേവിയർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റസ്മിൻ എന്തെങ്കിലും അറിഞ്ഞ് കാണാം. മേ ബി ഞാനൊരു കാര്യം പറയാം, ഈ മെഡിക്കൽ എമർജൻസി ആയിട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും വീട്ടുകാരുമായിട്ട് കോൺടാക്ട് കാണുമെന്നാണ് എൻ്റെ ഒരു അറിവ്. ശരിയാണെങ്കിൽ വീട്ടുകാരെ എമർജൻസി എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ഒട്ട് സുഖമില്ലാത്ത അവസ്ഥകളാണെങ്കിൽ വീട്ടുകാർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും, വീട്ടുകാർക്ക് സംസാരിക്കാനും പറ്റുമായിരിക്കാം. മേ ബി അതുവഴി ഏതെങ്കിലും രീതിയിൽ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാനും ചാൻസസ് ഉണ്ട്, പറയാൻ പറ്റത്തില്ല. അതിനകത്ത് കയറുന്നവരാരും ഒരിക്കലും ആ ഷോയെ കഴിവതും കുറ്റം പറയാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ആ ഷോയ്ക്കകത്ത് നിങ്ങളെല്ലാവരും കൊടുത്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റും എഗ്രിമെന്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് അവരെ പോയിട്ട് നമ്മൾ വെറുതെ ചീത്ത വിളിച്ചിട്ടും നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക് ആക്കിയാലും വലിയ കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. കാര്യം അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ കയറുന്നത് നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല. മെയിനായിട്ട് വേണ്ടത് ഞാൻ എപ്പോഴും പറയണത് മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു കാര്യം ആ ഷോയിൽ തീർച്ചയായിട്ടും ആവശ്യമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സിബിന്റെ കയ്യിൽ തന്നെ മിസ്റ്റേക്കാണ്. സിബിൻ അവിടെ നിന്ന് ഇറങ്ങി വരേണ്ട ഒരാവശ്യം സിബിനില്ലായിരുന്നു. കാര്യം സിബിൻ ചിലപ്പോൾ ഇതെല്ലാം കണ്ട് മെന്റലി ഡൗൺ ആയി കാണും. മേ ബി എല്ലാവരുടെയും മനസ്സ് ഒരേ കണക്കല്ലല്ലോ. അപ്പൊ സിബിൻ എന്തായാലും ചെയ്തത് ലൈഫിൽ എടുത്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു ആ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യാനായിട്ട് എപ്പോഴെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു കാര്യം. ഇനി അതിനകത്ത് എന്തെല്ലാം പറഞ്ഞാലും ഒരു കാര്യമില്ല. ഇപ്പം ഒരു പക്ഷേ സിബിൻ അത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ബാക്കിയുടെ കേട്ടു നോക്കാം. ബാക്കിയുള്ളവർ എഴുതാപ്പുറങ്ങൾ പാടുന്നുണ്ട്, പിന്നെ എന്നെക്കുറിച്ച് എന്തൊക്കെയോ ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ പറയുന്നുണ്ട്. അത് എവിടെ നിന്നാണെന്നും ആരാണെന്നും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇനിയും പറയാൻ ഈ വീക്കെൻഡ് എപ്പിസോഡ്, ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ നിന്ന് ഞായറാഴ്ചത്തെ എപ്പിസോഡിലേക്ക് ഉള്ള യാത്രയിൽ ഉണ്ടായ കാര്യങ്ങളും അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളും കൺഫെഷൻ റൂമിൽ ഉണ്ടായ കാര്യങ്ങളും
പിന്നെ ഈ ഹോട്ടൽ മുറിയിൽ ഞാനുണ്ടായിരുന്ന ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങളും കോൺഫിഡൻഷ്യലാണ്. പറയേണ്ടതാണെങ്കിൽ പറയും. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ഭയങ്കര കോൺഫിഡൻഷ്യലാണ്. പുള്ളിക്കാരൻ അത് പറയാനായിട്ട് താല്പര്യമില്ല. പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ പറയും. എന്തായാലും കൊള്ളാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വരുന്ന നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. എനിക്കും സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. കാര്യം സിബിൻ നല്ലൊരു ഗെയിമർ ആയിരുന്നു പുള്ളി. പിന്നെ എന്താണ് ഇങ്ങനെ കാണിച്ചതെന്ന് എടുത്തതെന്ന് ഒരു പിടുത്തമില്ല. ഞാൻ എന്റെ വീഡിയോക്കകത്ത് കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ മെന്റൽ സ്ട്രെങ്ത് ഉള്ള ആൾക്കാരെ മാത്രമേ ദൈവത്തോർത്ത് അതിനകത്തോട്ട് എടുക്കാവൂ. കാര്യം എന്തെങ്കിലും വന്ന് ലാലേട്ടൻ പറഞ്ഞാലും എടുത്താലും വന്ന് ഭയങ്കര വിഷമം കാണിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്തത്, എന്നിട്ട് എനിക്ക് ക്വിറ്റ് ചെയ്തിട്ട് പോകണമെന്നൊക്കെ പറയുന്നതിനകത്തോട്ട് ഒരിക്കലും ആൾക്കാർക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാര്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ഭയങ്കരമായിട്ട് മേ ബി അവരെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമായിരിക്കും. ഇതിനകത്ത് സിബിൻ പറയുന്നുണ്ട്, ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിച്ച മനസ്സിൽ ദൈവത്തെ പോലെ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ. ലാലേട്ടന്റെ വായിൽ നിന്ന് കേൾക്കുമ്പം ഇങ്ങനെ ആടുന്നത്. നമുക്ക് വേറൊരു കാര്യം എടുക്കാം. സീസൺ 3 മണിക്കൂട്ടൻ ഇതിനപ്പുറമായിരുന്നു. ലാലേട്ടൻ ഫാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാലേട്ടൻ ഫാനായിരുന്നു. കാര്യം ലാലേട്ടൻ പഠിച്ച കോളേജിൽ പോയി പഠിക്കുന്നു. ലാലേട്ടനെ കാര്യം മണിക്കുട്ടന്റെ കരിയറിൽ ഈ ആക്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പം ലാലേട്ടന്റെ വായിൽ നിന്ന് മണിക്കുട്ടനും ഇതുപോലെ ഒരുപാട് ചീത്ത ഇങ്ങനെ കേട്ടപ്പം പുള്ളി മാനസികമായിട്ട് തളർന്നുപോയി, പുറത്തിറങ്ങിയിട്ട് പിന്നെ ഓക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ സിബിനെ സംബന്ധിച്ച് കുറച്ചൊക്കെ എന്താ പറയണ്ടേ, ഒന്ന് കൺട്രോൾ ചെയ്തൊന്ന് പിടിച്ച് നിന്നായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയണ്ടേ ടോപ്പ് 5 വന്നേ. ടോപ്പ് 5 മാത്രമല്ല, മേ ബി കപ്പടിക്കാൻ നല്ല ചാൻസ് ഉള്ള വ്യക്തിയായിരുന്നു. വെറുതെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ട് നഷ്ടപ്പെടുത്തിയതിൽ ഭയങ്കരമായ സങ്കടമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഷോയുടെ കോൺട്രാക്റ്റ് ആയിരിക്കും, കോൺഫിഡൻഷ്യൽ കാര്യങ്ങളായിരിക്കും, ഷോയെ ഈ പറയേണ്ട വന്നാൽ പറയും എന്നൊക്കെ പറയുന്നത് എനിക്കത് വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും ആ ഷോ ഉണ്ടായതുകൊണ്ടാണ് ഈ പറയുന്ന എല്ലാവരും നമുക്ക് മനസ്സിലാക്കാനും എല്ലാവരും ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാനും ഒരു അവസരം കിട്ടിയത് എന്ന് മാത്രമേ എനിക്കിനകത്ത് പറയാനുള്ളൂ. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.